one, when Lord Venkateshwara gives us the opportunity for NDA to come to power, we want to remove this illegal act and free all the 44,121 temples free from HRNC. പക്ഷെ അണ്ണാമലൈ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്റ്റാലിനെ വിറപ്പിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ദ്രാവിഡ മണ്ണിൽ എങ്ങനെയെങ്കിലും BJPക്ക് വേരുറപ്പിക്കണം, താമര വിരിയിച്ച് അടങ്ങും. ചാട്ടവാർ അടിയും ചെരുപ്പിടാതെ നടത്തവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അണ്ണാമലയുടെ പുതിയ പ്രസംഗം വൈറലാവുകയാണ്. ക്ഷേത്രങ്ങൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തോളാം, അതുവഴി വികസനം തന്നോളാം, അധികാരത്തിൽ വന്നാൽ. എന്തായിരിക്കും അണ്ണാമല ഉദ്ദേശിക്കുന്നത്? അധികാരത്തിലേക്ക് വരാൻ എങ്ങനെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന അന്വേഷണമാണ് ഇത്തരത്തിലുള്ളൊരു പ്രസംഗത്തിന് കാരണമായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഉത്തരേന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ BJP ആണ് ഭരിക്കുന്നത്. BJP അവിടുത്തെ ക്ഷേത്രങ്ങളെയെല്ലാം വിമോചിപ്പിച്ചോ ആ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയോ, അവിടെ സ്കൂളുകൾ പണിതോ, എൻജിനീയറിംഗ് കോളേജ് സ്റ്റാർട്ടപ്പുകളും ആരംഭിച്ചോ, വികസനത്തിൻ്റെ വിസ്മയങ്ങൾ തീർത്തോ? ക്ഷേത്രങ്ങൾ ഇല്ലല്ലോ. അപ്പോൾ എന്താണ് അണ്ണാമല ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, തമിഴ്നാട്ടിൽ ഒരു പുതിയ തരത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിത്തിരിക്കാനും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് ക്ഷേത്രം കേന്ദ്രീകരിച്ച് ക്ഷേത്രത്തിലെ സമ്പത്ത് ഉപയോഗിച്ച് അത്ഭുതങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാം എന്ന് തമിഴ് ഭക്തരോട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് BJP തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരാത്തത് എന്ന് ചോദിച്ചാൽ, തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ദ്രാവിഡ കൾച്ചറാണ്, ദ്രാവിഡ സംസ്കാരം. ആ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വരുന്നത് എങ്കിൽ അതിനെ സ്വീകരിക്കാനായിട്ട് ജനങ്ങൾക്ക് അത്ര താല്പര്യം തോന്നുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ ഒരു ഇമ്പിഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇവർക്ക് തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്, അധികാര രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയായിട്ട് മാറിത്തീരാൻ ഉള്ള മാർഗം എന്ന് പറയുന്നത് ആ ദ്രാവിഡ കൾച്ചറുമായിട്ട് കൂടിച്ചേരുക എന്നുള്ളതാണ്. ദ്രാവിഡ കൾച്ചറുമായിട്ട് കൂടിച്ചേർന്ന് അതിൻ്റെ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എങ്കിൽ മാത്രമാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കെൽപ്പുള്ളതാക്കി മാറ്റുകയുള്ളൂ. നമുക്കറിയാം, അവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ദ്രാവിഡ മുന്നേറ്റ കഴകം, DMK എന്ന് പറയും. അത് കഴിഞ്ഞാൽ അത് വിഘടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? അണ്ണാ DMK, ആൾ ഇന്ത്യ DMK, ഇങ്ങനെ പല സൈസ് DMKകളാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവിടെ ക്ലച്ച് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ BJP എന്ന നിലയ്ക്ക്, എന്നുവെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയ്ക്ക് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾക്ക് വളരെയധികം തടസ്സങ്ങൾ. BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് തമിഴരുടെ അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ തമിഴിൻ്റെ, അതിനെതിരാണ്. കാരണം എന്ന് വെച്ചാൽ ഹിന്ദി സംസാരിക്കണമെന്നെങ്കിൽ നിങ്ങൾ ഹിന്ദിക്കാരാവണം, ഹിന്ദിയാണ് ഇന്ത്യയുടെ ഭാഷ, തമിഴ്നാടിൻ്റെ ഭാഷയും ഹിന്ദി ആയിരിക്കണം എന്ന് പറയുമ്പോൾ, ഈ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം തമിഴ്നാട്ടിലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഹിന്ദിയിലൊരു ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴൻ പോയ ഉടനെ തന്നെ എന്ത് ചെയ്യും? ടാറടിക്കും അതിന് മുകളിൽ. അങ്ങനത്തെ കൾച്ചറാണ് അവർക്കുള്ളത്. ആ കൾച്ചറിനെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായൊരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിരന്തരമായിട്ട് അതിലിങ്ങനെ ഇടിച്ച് ചിലപ്പോൾ അതിനെ പൊളിക്കാൻ പറ്റിയേക്കും. അതാണ് അണ്ണാമല ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തിയുമായിട്ട് വളരെയധികം ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ വന്ന് മോചിപ്പിക്കുമെന്ന് പറയുമ്പോൾ, നമ്മുടെ കേരളത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെപ്പോലെ തന്നെയാണ് തമിഴ്നാട്ടിലെയും കുറേയധികം ക്ഷേത്രങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലത്തെ ഗവൺമെൻറ് സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് നിന്നതിനെ വിമോചിപ്പിച്ചിട്ട് സ്വകാര്യമായ മേഖലയിൽ അതിനെ കൊണ്ടുവരാം. ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ആർക്കാണത് കൊടുക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലപ്പോഴും ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല ക്ഷേത്രങ്ങളും ഈ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് പോയതിന് ശേഷം അതെല്ലാം സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വകാര്യ ക്ഷേത്രങ്ങൾ ആരും പിടിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും സ്വകാര്യ ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെയാണ്. തമിഴ്നാട്ടിലെ കുശ്ബുവിന് വരെ ക്ഷേത്രങ്ങൾ അവർ പണിതാണ്. അപ്പോൾ സ്വകാര്യ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അത് എടുത്തുകൊണ്ട് പോകുന്നതിൽ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ഈ സർക്കാരിൻ്റെ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ പിടിക്കുന്നതിനെക്കുറിച്ചാണ് അണ്ണാമല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച, അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ തമിഴ്നാടെന്ന് പറയുന്നത് പൊതുവേ ഈ ആചാരങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിലോട്ടൊന്ന് കടന്നാൽ മുക്കിന് നമ്മൾ ക്ഷേത്രങ്ങൾ കാണാം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു 4-5 ഹാരമൊക്കെ ഇട്ട് വെച്ചിട്ട് അതാണ് പൂജ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ന് വരെ കണ്ടിട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത ദൈവങ്ങളായിരിക്കും
ഇവർ പൂജിക്കുക എന്ന്. അപ്പോൾ ഈ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും വളരെയധികം ചേർന്ന് നിൽക്കുന്നവരാണ് തമിഴർ എന്ന് പറയുന്നത്. അവരുടെ വികാരമായി ഈ പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ സ്റ്റാലിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ തന്നെ പറഞ്ഞത്, സനാതന ധർമ്മമൊന്നും ഇവിടെ ചിലവാകില്ല, പക്ഷെ ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുകയാണ്. ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നത് ഈ ഡെങ്കിയും മറ്റേ H1N1 വരുന്നത് പോലെയാണ്, ഒന്ന് ചികിത്സിച്ചാൽ നമുക്കതൊക്കെ മാറ്റിവിടാം എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രമാണ്, ആ മതത്തെയാണ് ഞാൻ ഏറ്റവും പ്രൗഡായി കാണുന്നത്. മറ്റു മതങ്ങളൊക്കെ മലേറിയ, ഡെങ്കു പോലെയുള്ള രോഗങ്ങളെ പോലെയാണ്, അതിനെയൊക്കെ നമുക്ക് കളയാൻ വലിയ താമസമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിനിടയ്ക്ക് അണ്ണാമലൈ ഇത്തരത്തിൽ കയറി വരുമ്പോൾ അത് കുറേ കൂടി ഈ ഹിന്ദു ആചാരങ്ങളെ മുറുകെ പിടിക്കുന്ന വിശ്വാസികളെ കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് കൂടി മാറില്ലേ? അല്ല, അവിടെ ഹിന്ദു ആചാരങ്ങളെക്കാൾ ഉപരിയായിട്ട് തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരം, ഇപ്പോൾ ജയലളിത ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ദ്രാവിഡ സംസ്കാരത്തെ എതിർക്കാനോ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ശത്രുവാണെന്ന് മാറിത്തീരാനോ ഒരാഗ്രഹം അവർ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമ്മ എന്ന് പറഞ്ഞത് അമൃതവർഷിണിയെ പോലെ ആ തമിഴന്മാരുടെ ജീവിതത്തിൽ ഇഴുകിച്ചേർന്നിട്ടാണ് ഇതൊരു അമ്മ മഹാറാണിയായി മാറിയത്. അവിടെ ആരംഭിച്ച അമ്മ ഹോട്ടലുകൾ പോലും ജനങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ആശ്വാസം തരുന്ന ഹോട്ടലുകളൊക്കെ മാറി അങ്ങനത്തെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത്. അതായത് തമിഴ്നാടിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ കൾച്ചറാണ്. ആ ദ്രാവിഡ കൾച്ചറിൽ ഉള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതൊരിക്കലും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അതെന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് എന്ന് ആരും അതിൽ തീരുമാനമെടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. അതായത് സനാതനധർമ്മത്തെ എതിർക്കുന്നവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ മറ്റൊരു രൂപമാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയും സനാതനധർമ്മവും ഒന്നാണ് എന്ന നിലയ്ക്ക് പറയുമ്പോഴാണ് സനാതനധർമ്മം എതിർക്കപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? അത് വർണ്ണവ്യവസ്ഥയാണ്. വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 4 സമൂഹത്തെ വിഭജിച്ച് ആ 4 ഏറ്റവും ഉന്നതിയുള്ളത് ബ്രാഹ്മണനും അതേപോലെ തന്നെ ഏറ്റവും അധോഗതിയുള്ളത് ശൂദ്രനുമാണെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ ഇത് 4 വരുമ്പോഴാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത്. 4 വർണ്ണങ്ങൾ. ആ 4 വർണ്ണങ്ങൾക്ക് ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അവർക്ക് ഓരോരുത്തർക്കും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ജോലികൾ ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. ഒരാൾ ശൂദ്രനായി ജനിക്കുന്നത് മുൻ ജന്മത്തിലെ അവൻ്റെ പാപങ്ങളുടെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അവൻ ചെയ്തു വിട്ടിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലമാണ് എന്നാണ് പറയുന്നത്. ബ്രാഹ്മണനായിട്ട് ജയിക്കുന്നത് സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണെന്നുള്ള വിശ്വാസം. എന്നുവെച്ചാൽ ഒരു പുനർജന്മ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ച കൂടിയാണ് ചാതുർവർണ്ണ വ്യവസ്ഥ. അത് സനാതനധർമ്മമാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ അതിനെ എതിർത്തുന്നിരിക്കും. കാരണം അത് വിശ്വസിക്കാത്തതായിട്ടുള്ള ആളുകൾ. മറ്റുള്ളവരങ്ങനെയല്ല, അത് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്നതായിട്ടുള്ള ഫിലോസഫിയുടെ ഒരു എസെൻഷ്യൽ കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റുകളിൽ ഒന്ന് എന്ന് പറയുന്നത് കരുണയാണ്, സ്നേഹമാണ്. അങ്ങനെയുള്ള സനാതന മൂല്യങ്ങൾ എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും മരണമില്ലാത്തതായിട്ടുള്ള മൂല്യങ്ങൾ, അതിനെയാണ് ഞങ്ങൾ എതിർക്കണം. അതിനാണ് ഈ ആർക്കും അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അപ്പോൾ എതിർപ്പ് എന്തുകൊണ്ട് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ സനാതനമായിട്ടുള്ള മൂല്യങ്ങളുടെ വ്യവസ്ഥയായിട്ടല്ല സനാതനധർമ്മത്തെ കാണുന്നത്. അത് ചാതുർവർണ്ണമായിട്ട് കൂട്ടിയിണക്കി മനുസ്മൃതി എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രന്ഥവുമായിട്ട് അവയ്ക്കുള്ള ബന്ധവും വളരെ വലുത് തന്നെയാണ്. അതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് വ്യക്തമായിട്ട് ഇന്നതാണ് സനാതനധർമ്മം എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ തർക്കത്തിനും അതേപോലെ തന്നെ ബഹളത്തിനും ഒരു പ്രസക്തി ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ സനാതനധർമ്മത്തെ എതിർക്കുന്നവർ മുഴുവനും രാജ്യദ്രോഹികളും ഹിന്ദുദ്രോഹികളുമാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ് എന്നും അയാളെ നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ മുന്നണി തന്നെ രാജ്യദ്രോഹ മുന്നണിയാണ് എന്നൊക്കെ നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. സ്മൃതി ഇറാനിയൊക്കെ എത്രയും ശക്തമായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഉദയനിധി സ്റ്റാലിനും ഇതേപോലെയാണ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചികിത്സയില്ലാത്ത രോഗമാണ് എന്നാണ് പറയുന്നത്. അത് ഡെങ്കി പോലെ അല്ലെങ്കിൽ
ഈ കോവിഡ് പോലെയൊക്കെയുള്ള വലിയ മാരകമായ രോഗങ്ങളാണ്, അതിനെ ഒഴിവാക്കി കളയണം, ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്, ഉന്മൂലനം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ഇവർ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ അവസ്ഥയെ വളരെ രൂക്ഷമാക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തായാലും ആ രാഷ്ട്രീയത്തിൻ്റെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന സ്വഭാവങ്ങളിൽ നിന്നതിനെ മാറ്റി ഇപ്പോൾ അണ്ണാമലൈ വന്നിട്ട് അതിനെ കൃത്യമായിട്ട് ഹിന്ദുത്വവും അതേപോലെ തന്നെ ദ്രാവിഡത്വവും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ ഒരു സംഘർഷ മേഖല രൂപപ്പെട്ട് വരികയും ഇതിലെത്രമാത്രം ഹിന്ദുത്വത്തിന് മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് വരും കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തെ നിശ്ചയിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ അവിടുത്തെ രാഷ്ട്രീയത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രമാത്രം മുന്നോട്ട് പോകും, അണ്ണാമലൈ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ എങ്ങനെ അദ്ദേഹത്തിന് അട്ടിമറിക്കാനായിട്ട് കഴിയും, അതൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ BJPക്ക് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നല്ല ഒരു നേതാവിനെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അതെങ്ങനെയെങ്കിലും ഉഴുതുമറിച്ച് ശരിയാക്കി താമരയിൽ എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതെ.